കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. പിറവത്ത് വി.ഡി. സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. പിറവം ഫാത്തിമ മാതാ സ്കൂളിന് സമീപമാണ് ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. പിറവത്ത് വി.ഡി. സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. പിറവം ഫാത്തിമ മാതാ സ്കൂളിന് സമീപമാണ് ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ, ഈ മനുഷ്യൻ ഒറ്റയ്ക്കാണെന്ന് കരുതരുത് എന്നാണ് നഗരത്തിൽ ഉയർന്നിരിക്കുന്ന ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ഒരു കൂട്ടം ജനാധിപത്യ വിശ്വാസികൾ എന്ന പേരിലാണ് മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശം അവഗണിച്ച് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ നേതാക്കൾക്ക് അനുകൂലമായി സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സുകൾ നീക്കം ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാക്കൾ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പിറവത്ത് വീണ്ടും ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.